എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഹെലൻ ഓഫ് സ്പാർട്ട ആ പേര് ഇന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിലും വൈറലാണല്ലേ. പറ്റിയിട്ടല്ല സംസാരിക്കാൻ പോകുന്നത്. ഗ്രീക്ക് പുരാണത്തിലെ യഥാർത്ഥ ചരിത്രത്തിലെ ഹെലനെ പറ്റിയിട്ടാണ്. ഹെലൻ ഓഫ് സ്പാർട്ട, ഹെലൻ ഓഫ് ആർഗോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു സുന്ദരയായ സ്ത്രീയെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഗ്രീക്ക് കവിയായ ഹോമർ എഴുതിയിട്ടുള്ള ഇലിയഡ് എന്ന് പറയുന്ന ഒരു ഇതിഹാസത്തിലാണ് നമുക്ക് ഹെലൻ്റെ കഥയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇലിയഡ്, ഒഡീസി രണ്ട് ഭാഗങ്ങളുണ്ട്. രണ്ടാമത്തെ ഭാഗമാണ് ഒഡീസി. രണ്ടും ഹോമർ എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇതിഹാസമുണ്ട്, മറ്റൊന്നുമല്ല മഹാഭാരതം. ഇതിഹാസങ്ങളുടെ ഒരു കാര്യം എന്തെന്നാൽ, ഒരു ചെറിയ കഥാസന്ദർഭം വിവരിക്കേണ്ടി വരുമ്പോഴേക്കും അതിൽ തന്നെ നൂറുകണക്കിന് കഥാപാത്രങ്ങളും ആയിരക്കണക്കിന് കഥാസന്ദർഭങ്ങളും കടന്നു വരും. അപ്പോൾ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് വേണ്ട ഏറ്റവും ചെറിയ പോർഷൻ, ഏറ്റവും ചുരുക്കി, ഏറ്റവും മിനിമം ആയിട്ടുള്ള കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലേക്കാണ് പറയാൻ പോകുന്നത്. ഏറ്റവും നല്ല ഉദാഹരണം, ഈ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 11 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ നമുക്കിവിടെ 2-3 പേരുടെ പേര് പറയേണ്ട കാര്യമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, ഒരു കഥാപാത്രം അവിടുന്ന് മറ്റൊരു കഥാപാത്രം ഇങ്ങനെ കണക്ട് ചെയ്ത് വൈഡ് സ്പ്രെഡായിട്ട് ഒരു ചെയിനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിഹാസങ്ങളിലെ, പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ. എന്തായാലും കഥയിലേക്ക് കിടക്കുന്ന മുമ്പ് ആ 11 പേരുടെ പേര് ചുമ്മാ എന്ന് പറഞ്ഞേക്കാം. തിസ്യൂസ്, മെനലോസ്, പാരിസ്, ഡിഫോബസ്, ഹെലനസ്, അഖില്ലിസ്, ഇനസ്ഫോറസ്, ഇദാസ്, ലൈൻസിയസ്, കോറിത്തൻസ്, തിയോക്ലൈംനൻസ്. ഈ 11 പേരാണ് ഹെലൻ്റെ ശരിക്കുള്ള ഭർത്താക്കന്മാർ. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. സ്പാർട്ടയിലെ രാജാവായിരുന്ന ടിൻഡേറിയസിന്റെ ഭാര്യയായിരുന്നു ലെഡ, രാജ്ഞി. ആ രാജ്ഞിക്ക് ദേവന്മാരുടെ ദേവൻ എന്നറിയപ്പെട്ടിരുന്ന സിയൂസ് ദേവനിലുണ്ടായ പുത്രിയാണ് ഈ പറയുന്ന ഹെലൻ. അതുകൊണ്ട് തന്നെ ആ ദേവചൈതന്യം, ദേവന്മാരുടെ ദേവനാണല്ലോ ഈ സിയൂസ് ദേവൻ, ആ ഒരു ദേവചൈതന്യം മുഖത്ത് വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്നറിയപ്പെട്ടിരുന്നത്. ഒരുപാട് ചൈതന്യവും ആര് കണ്ടാൽ ആകർഷണം തോന്നുന്ന രൂപസൗകുമാര്യങ്ങളുമുള്ള സ്ത്രീയായിരുന്നു ഹെലൻ. ഹെലൻ്റെ ചെറുപ്പകാലത്തെ പറ്റിയിട്ടൊന്നും നമുക്കധികം അറിയേണ്ട കാര്യമില്ല. ഒരു കാര്യം സംഭവിക്കുന്നത് 12-ാം വയസ്സിലാണ്. 12-ാം വയസ്സിൽ ഹെലനെ ഏത്തൻസിലെ രാജാവായിട്ടുള്ള തിസ്യൂസ് രാജകുമാരൻ തട്ടിക്കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ ഹെലൻ്റെ ആദ്യത്തെ ഭർത്താവായിട്ട് കരുതപ്പെടുന്നതും ഈ പറയുന്ന തിസ്യൂസ് ആണ്. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം ഹെലൻ്റെ സഹോദരന്മാർ അവിടെ ചെന്നിട്ട് വീണ്ടും ഹെലനെ മോചിപ്പിച്ച് സ്വന്തം നഗരത്തിലേക്ക്, സ്പാർട്ടയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഹെലൻ്റെ ഒരു സഹോദരിയായിരുന്നു ക്ലെമിൻസ്ട്ര. ക്ലെമിൻസ്ട്രയെ തൻ്റെ പിതാവായിട്ടുള്ള ടിൻറ്റേറിയസ് മൈസീനിയയിലെ രാജാവായിരുന്ന അഗമെംനോണിനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. കാരണം ആ ഒരു രാജ്യമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പറ്റും, അങ്ങനെ ഒന്നുകൂടെ പവറാകും. അതുകൊണ്ട് തന്നെ ആ ഒരു മൈസീനിയൻ രാജാവായിരുന്ന അഗമെംനോണിന് ഈ പറയുന്ന ഹെലൻ്റെ സഹോദരിയായിട്ടുള്ള ക്ലെമിൻസ്ട്രയെ കല്യാണം കഴിച്ചു കൊടുത്തു. അടുത്തത് കല്യാണം കഴിക്കാനുള്ള ഹെലനാണ്. ഹെലനെയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഈ പറയുന്ന രാജാവായിരുന്ന അഗമെംനോണിൻ്റെ സഹോദരനായിട്ടുള്ള മെനലോസിനാണ്. അപ്പോൾ നല്ലൊരു ബന്ധമാകുമല്ലോ, കാരണം മൈസീനിയ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ദേശമാണ്. ഈ സ്പാർട്ടയ്ക്ക് മൈസീനിയായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഹെലൻ്റെ പിതാവായിട്ടുള്ള ടിൻറ്റേറിയസ്, ആക്ച്വലി ഹെലൻ്റെ ശരിക്കുള്ള പിതാവല്ല, ഹെലൻ്റെ ശരിക്കുള്ള പിതാവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ സിയൂസ് ദേവനാണ്. എന്തായാലും ഇത്രയും നാൾ വളർത്തിയതല്ലേ, നമുക്ക് പിതാവെന്ന് വിളിക്കാം. അങ്ങനെ ഹെലനെ ഈ പറയുന്ന അഗമെംനോണിന്റെ സഹോദരനായിട്ടുള്ള മെനലോസിനെ കല്യാണം കഴിപ്പിക്കുകയാണ്. ഇപ്പോൾ ആ ബന്ധത്തിന്റെ ഒരു കിടപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 2 സഹോദരന്മാർ കല്യാണം കഴിച്ചിരിക്കുന്നത് 2 സഹോദരിമാരെയാണ്. അങ്ങനെ ആ ഒരു കഥ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് പാരിസ് രാജകുമാരൻ്റെ കഥ പറയാം. ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ട്രോജൻ യുദ്ധം നടക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ പാരിസ് ഹെലനെ തട്ടിക്കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. നമുക്ക് പാരിസിന്റെ കഥ പറഞ്ഞ ശേഷം ആ ഒരു സന്ദർഭത്തിലേക്ക് വരാം. പാരിസിന്റെ കഥ, ട്രോയിലെ രാജാവായിട്ടുള്ള പ്രിയാമിനും ഹെക്യൂബയ്ക്കും ജനിച്ച ഒരു പുത്രനാണ് പാരിസ്. പാരിസ് ജനിക്കാൻ പോകുമ്പോഴേക്കും അവിടുത്തെ രാജഗുരുക്കന്മാർ ഒരു കള്ള പ്രചാരണം ഇങ്ങനെ പറയുവാണ്. കള്ളമാണോ സത്യമാണോ എന്ന് അറിയത്തില്ല. ഒരു പ്രൊപ്പസ് ഇങ്ങനെ പറഞ്ഞു പരത്തിയത്, ഈ കുട്ടി എന്ന് പറയുന്നത് ജനിച്ചു കഴിഞ്ഞാൽ ശാപമാണ് കൊണ്ടുവരിക, ഇവൻ ജനിച്ചാൽ നമ്മുടെ ദേശം തകരും, മറ്റു രാജ്യങ്ങൾ നമ്മുടെ ദേശത്തെ ആക്രമിക്കും, ഒരു ശാപം പിടിച്ചൊരു ജന്മമാണ് ഇവൻ എന്നും പറഞ്ഞ് രാജാവിനെ ഇരികേറ്റുകയാണ്. അങ്ങനെ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാജാവ് ഇവനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്, ഈ ഒരു പാരിസ് എന്ന് പറയുന്ന കുട്ടിയെ. അങ്ങനെ പാരിസിനെ, കുഞ്ഞായിരുന്ന പാരിസിനെ ഒരു കൊട്ടയിലാക്കിയിട്ട് ഒരു പരിചാരകൻ്റെ കൊടുത്ത് വിടുവാണ് കൊല്ലാൻ വേണ്ടിയിട്ട്. പക്ഷേ സഹതാപം തോന്നിയ പരിചാരകൻ ആ കുട്ടിയെ കൊല്ലത്തില്ല, ഒരു മലയുടെ സൈഡിൽ കൊണ്ട് ഇട്ടിട്ട് പോരും. അങ്ങനെ ഈ ഒരു കുട്ടിയെ ഒരു ആട്ടിടയൻ എടുത്ത് വളർത്തുകയാണ് നമ്മുടെ പാരിസ് രാജകുമാരനെ. പിന്നീട് വേറെ കഥയുള്ളത്, പാരിസ് വീണ്ടും കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്ന കഥയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ പാരിസ് ഒരുപാട് നാൾക്ക് ശേഷം യുവാവായിട്ട് വീണ്ടും കൊട്ടാരത്തിൽ തിരിച്ചെത്തുകയാണ്. പാരീസിന്റെ ഏറ്റവും വലിയ കഴിവെന്തെന്നാൽ തീർപ്പ് കൽപ്പിക്കലായിരുന്നു, ജഡ്ജ്മെന്റ് ചെയ്യാനായിരുന്നു. 2 കൂട്ടർ തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുകയാണ്. കൃത്യമായിട്ട് ഒരു ന്യായാധിപനെ പോലെ അതിനൊരു വിധി കൽപ്പിക്കാൻ, എന്താണ് ശരിയെന്ന് കൽപ്പിച്ചു കൊടുക്കാൻ ഒരു പ്രത്യേകതരം കഴിവായിരുന്നു പാരീസിനുണ്ടായിരുന്നത്. ആ പേരിൽ തന്നെയാണ് പാരീസ് അറിയപ്പെട്ടിരുന്നത്, ഒരു ജഡ്ജ്മെന്റ് നടത്താനുള്ള ഒരാളെന്ന നിലയ്ക്ക്. ഇനി നമ്മൾ കഥാസന്ദർഭം ഒന്നുകൂടെ മാറ്റുവാണ്. മൗണ്ട് പീലിയോണിൽ വെച്ചിട്ട് യോദ്ധാവായിട്ടുള്ള പീലിയസിന്റെയും സീനിംഫായിട്ടുള്ള തെറ്റിസിന്റെയും കല്യാണം നടക്കുവാണ്. നമ്മുടെ സാധാരണ കല്യാണ ഫംഗ്ഷനൊക്കെ ഇല്ലേ, അതുപോലെ ഒരു കല്യാണ വിരുന്ന് അവിടെ നടക്കുകയാണ്. ഈ കല്യാണ വിരുന്ന് എന്ന് പറയുന്നത് മനുഷ്യന്മാരും അതുപോലെ തന്നെ ദേവന്മാരും ദേവതകളൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയൊരു കല്യാണ വിരുന്നായിരുന്നു. ഇതിൽ പങ്കെടുത്ത 3 പ്രധാനപ്പെട്ട ദേവതമാരെ നോക്കുവാണെങ്കിൽ ഹീര അറിയപ്പെട്ടിരുന്നത് ദേവതമാരുടെ രാജ്ഞി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അഥീന യുദ്ധത്തിന്റെയും അറിവിന്റെയും ദേവത, അഫ്രോഡൈറ്റ് സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവത. ഈ ഒരു 3 പ്രധാനപ്പെട്ട ദേവതകളാണ് ഈ ഒരു ഫംഗ്ഷൻ പങ്കെടുത്തത്. പക്ഷേ ഈ പരിപാടിയിലേക്ക് സിയൂസ് ദേവൻ ഒരു ദേവനെ മാത്രം വിളിച്ചില്ലായിരുന്നു. എറിസ് എന്ന് പറയുന്ന കലഹത്തിന്റെ ദേവനായിരുന്നു. കലഹം എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാകുന്ന അതിൻ്റെ ഒരു ദേവനുണ്ടായിരുന്നു.
എറിസിനെ വിളിക്കാത്ത കാരണം ഇദ്ദേഹം കലഹത്തിൻ്റെ ദേവനാണല്ലോ, അതുകൊണ്ട് തന്നെ ആരും ഈ പരിപാടിക്കൊന്നും വിളിക്കാറില്ലായിരുന്നു. പക്ഷേ എറിസ് ചെയ്ത പരിപാടി എന്തെന്നാൽ വേഷം മാറി ഭക്ഷണം വിളമ്പുന്ന ആൾ, ഇപ്പോൾ കാറ്ററിംഗ് ബോയ് എന്ന് ഉദ്ദേശിച്ചാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. കാറ്ററിംഗ് ബോയുടെ വേഷത്തിൽ ഈ ഒരു ഫംഗ്ഷൻ, ഈ ഒരു കല്യാണ സൽക്കാരത്തിൽ വന്ന് പങ്കെടുക്കുകയാണ്. കലഹത്തിൻ്റെ ദേവനായതുകൊണ്ട് തന്നെ എറിസ് അവിടെ എന്തെങ്കിലും സീൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം, ഒരു സ്വർണ്ണ ആപ്പിൾ എടുത്തിട്ട് അതിൽ എഴുതുവാണ് ഫോർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഏറ്റവും സുന്ദരിയായ സ്ത്രീക്കെന്നും പറഞ്ഞിട്ട് ഈ 3 ദേവതമാരും, ഞാൻ നേരത്തെ പറഞ്ഞ 3 ദേവതയുണ്ടല്ലോ, ഹീര, അഫ്രോഡൈറ്റ്, എതീന, ഇവരുടെ 3ന്റെ ഇടയിലേക്കും ഈ ആപ്പിൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സ്ത്രീകളല്ലേ എഴുതിയിരിക്കുന്നത് എന്താണ്, ഏറ്റവും സുന്ദരിയായ സ്ത്രീക്കെന്ന്. പിന്നെ വഴക്കിടാതിരിക്കുകയോ? 3 പേരും തമ്മിൽ തല്ലാൻ തുടങ്ങി. അതിൽ അങ്ങനെ എഴുതിയിട്ടില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ആരെങ്കിലും എടുത്തേനെ. പക്ഷേ ഇത് എഴുതിയിരിക്കുന്ന കാരണം 3 പേരും തമ്മിൽ അടിയായി, 3 ദേവതമാരും തമ്മിൽ. അവസാനം ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ സിയൂസ് ദേവനെ പോയി കാണുകയാണ്. സിയൂസ് ദേവൻ നേരെ പാരീസിനെ ഈ കാര്യം അറിയിച്ചു. കാരണം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീർപ്പ് കൽപ്പിക്കാൻ പാരീസിന് പ്രത്യേക കഴിവാണ്. അങ്ങനെ ഈ 3 ദേവതമാരും കൂടിയിട്ട് പാരീസിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഇവർ ചെയ്ത കാര്യം എന്നാൽ പാരീസിന് ഓരോന്ന് ഓഫർ ചെയ്യുകയാണ്, കൈക്കൂലി നൽകുകയാണ്. ഞാനാണെന്ന് പറയൂ, എന്നാൽ നിനക്ക് ഇന്ന കാര്യം നൽകാമെന്നും പറഞ്ഞ് കൈക്കൂലി കൊടുക്കാൻ തയ്യാറായി. ഹീറോ ഓഫർ ചെയ്തത് യൂറോപ്പും ഏഷ്യയും കംപ്ലീറ്റ് പാരീസിന് നൽകാമെന്നാണ്, അതിൻ്റെ ഭരണാവകാശം. എതീന ഓഫർ ചെയ്തത് എല്ലാത്തരം യുദ്ധ അറിവുകളും അതുപോലെ തന്നെ ഒരുപാട് ജ്ഞാനവും ഒരുപാട് നോളജും നിനക്ക് നൽകാമെന്നാണ്. പക്ഷേ അഫ്രോഡൈറ്റ് ഓഫർ ചെയ്ത കാര്യം എന്തെന്നാൽ, അവർ ചോദിച്ചു, പുച്ഛത്തോടെ ചോദിച്ചു, ഈ അറിവും രാജ്യവും വിട്ടിട്ട് നിനക്കെന്ത് കാര്യം? ഞാൻ നിനക്ക് നൽകാൻ പോകുന്നത് ഈ ലോകത്തെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയെ, ഏറ്റവും സുന്ദരിയായിട്ടുള്ള മനുഷ്യ സ്ത്രീയെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടും, നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റും. ആ ഒരു ഓഫറാണ് അഫ്രോഡൈറ്റ് കൊടുത്തത്. അപ്പോൾ ലോകത്തെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീ ഈ പറയുന്ന സ്പാർട്ടയിലെ ഹെലന എന്ന് പാരീസിനറിയാം. അപ്പോൾ ഒരു മടിയും കൂടാതെ പാരീസ് ആ ഒരു ഓഫർ സ്വീകരിച്ചിട്ട് ഈ പറയുന്ന ഏറ്റവും സുന്ദരിയായിട്ടുള്ള ദേവത ഈ അഫ്രോഡൈറ്റ് എന്നും പറഞ്ഞ് ആപ്പിൾ അഫ്രോഡൈറ്റ് നൽകുകയാണ്. മറ്റ് 2 ദേവതമാരും ഈ പറഞ്ഞ പോലെ തന്നെ പാരീസിനോട് കലിപ്പായി. സിയൂസ് ദേവൻ്റെ അടുക്ക പരാതിപ്പെടാനൊക്കെ ചെന്നു. പക്ഷേ സിയൂസ് ദേവൻ ഒന്നും ഇടപെട്ടില്ല. കാരണം പാരീസ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റിൽ മികച്ചവനാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. സിയൂസ് ദേവന് മനസ്സിലായി ട്രോയ് നഗരത്തിൻ്റെയും ആ ഒരു ദേശത്തിൻ്റെയൊക്കെ നാശം അടുത്തു വരികയാണെന്ന്. ഈ അഫ്രോഡൈറ്റ് ദേവത പാരീസിന് ഹെലനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ ഹെലന് ഒരു ഭർത്താവ് ഉണ്ടല്ലോ, മൈസീനിയയിലെ മെനലോസ്. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ ഹെലൻ്റെ കാര്യം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ദിവസം പാരീസ് ഈ പറയുന്ന സ്പാർട്ടയിലേക്ക് വിരുന്നുകാരനായിട്ട്, അവിടുത്തെ ട്രോയിലെ രാജകുമാരനല്ലേ, അപ്പോൾ അവിടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ മൈസീനിയൻ രാജാവായിട്ടുള്ള അഗംനോണും തൻ്റെ സഹോദരനായിട്ടുള്ള മെനലോസൊക്കെ ചേർന്ന് വൻ സ്വീകരണമൊക്കെ നൽകി വേണ്ട രീതിയിൽ ആദരിച്ച് കൊട്ടാരത്തിൽ താമസിപ്പിക്കുകയാണ്. കൊട്ടാരത്തിൽ താമസിപ്പിച്ചപ്പോഴേക്കും ഹെലന് ഈ ഒരു അഫ്രോഡൈറ്റിൻ്റെ ഒരു ദിവ്യ ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹെലൻ അവിടെ പെട്ടെന്ന് കടന്നു വന്ന് ഈ പറയുന്ന മെനലോസിനോട് ചോദിക്കുകയാണ്, വന്ന രാജകുമാരൻ ആരാന്ന് ഞാൻ ഗസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മെനലോസ് പറഞ്ഞു, പറഞ്ഞോളാൻ പറഞ്ഞു. കൃത്യമായിട്ട് പറഞ്ഞു, ട്രോയ് എന്ന് പറയുന്ന നഗരത്തിൽ വളരെ സുന്ദരനായിട്ടുള്ള വളരെ നല്ല വേഷം ധരിക്കുന്ന ഒരു രാജകുമാരനുണ്ട്, ആ രാജകുമാരൻ്റെ പേര് പാരീസാന്ന് പറഞ്ഞു. അപ്പോൾ മെല്ലോസ് പറഞ്ഞു അത് തന്നെ എന്ന് പറഞ്ഞു. പാരീസ് ചെറുതായിട്ടൊന്ന് ചിരിച്ച് തള്ളിക്കളഞ്ഞു. പക്ഷേ അന്ന് രാത്രി സംഭവിച്ചൊരു കാര്യം എന്തെന്നാൽ, ഒരുപാട് നല്ല വിശിഷ്ട ഭക്ഷണമൊക്കെ നൽകി കേട്ടോ, വിശിഷ്ട ഭക്ഷണവും വൈനും എല്ലാം നൽകി. ഈ പറയുന്ന പാരീസ് ഹെലനുമായിട്ട് സംസാരിക്കുകയാണ്. ഹെലൻ ഈ പറഞ്ഞ അഫ്രോഡൈറ്റിൻ്റെ ഒരു ദിവ്യമായിട്ടുള്ള ഇത് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെട്ടെന്ന് മയങ്ങാനുള്ളത്. പാരീസ് ഹെലനെ സംസാരിച്ച് നൈസായിട്ട് ഇങ്ങോട്ട് വളയ്ക്കാൻ തുടങ്ങി. ചിലവർക്കുള്ള കഴിവാണ് ആരെയും സംസാരിച്ച് വീഴ്ത്തി കറക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ പാരീസ് അഫ്രോഡൈറ്റ് കൊടുത്ത ആ ഒരു സംസാരിക്കാനുള്ള ആ ഒരു സിദ്ധിയൊക്കെ വെച്ചിട്ട് പറഞ്ഞു, ട്രോയ് എന്ന് പറയുന്ന നഗരമുണ്ട്, ഏറ്റവും സുന്ദരമായിട്ടുള്ള നഗരമാണ്, നീ എൻ്റെ കൂടെ പോരുന്നു, നിനക്കവിടെ രാജകുമാരിയായിട്ട് ഈ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സുഖ സൗകര്യങ്ങളോടെ ഏറ്റവും പ്രതാപപരമായിട്ട് വാഴാന്നൊക്കെ പറഞ്ഞ് ഹെലനെ മയക്കി. ഹെലൻ അപ്പോൾ അതിൽ വീണുപോയി, അവൻ്റെ വാക്കുകൾ വീണുപോയി. അങ്ങനെ തൻ്റെ സ്വന്തം ഭർത്താവായിട്ടുള്ള മെനലോസിനെ ഉപേക്ഷിച്ചിട്ട് 2 പേരും കൂടെ ചാടി ഈ പറയുന്ന ട്രോയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. പിന്നെ ഈ ഒരു പാരീസ് ഹെലനെ തട്ടിക്കൊണ്ടുപോയതാണെന്നും ഒരു കഥയുണ്ട്. എന്തായാലും ഹെലൻ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് മയങ്ങി. ആ ഒരു കഥയാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകി നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും മെനലോസ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ഹെലനെ കാണുന്നില്ല. നോക്കുമ്പോൾ പാരീസിനെ കാണുന്നില്ല. ഹെലന് മനസ്സിലായി പാരീസ് ഹെലനെ തട്ടിക്കൊണ്ടുപോയതാണ്. മെനലോസ് രോക്ഷത്താൽ അലറി. കാരണം തൻ്റെ പ്രിയ പത്നിയായിട്ടുള്ള ഏറ്റവും സുന്ദരിയായിട്ടുള്ള സ്ത്രീയായ ഹെലനെയാണ് ആ ഒരു രാജകുമാരൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഈ മെനലോസ് ഉടനെ തൻ്റെ സഹോദരനായിട്ടുള്ള രാജാവായിട്ടുള്ള അഗമെമ്നോണിനെ വിവരം അറിയിച്ചു. അഗമെമ്നോൺ എന്ന് പറയുന്നത് ഒരു ഡീസൻ്റ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആദ്യമേ യുദ്ധത്തിനൊന്നും പോകണം, നമുക്കൊരു ദൂതനെ വിട്ടിട്ട് പാരീസിൻ്റെ അച്ഛനായിട്ടുള്ള പ്രിയാമിനെ വിവരം അറിയിക്കാം, നമ്മുടെ ഹെലനെ ഇങ്ങോട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ദൂതനൊക്കെ പോയി, പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. അവസാനം ഈ പറയുന്ന ഗ്രീസ് നഗരം, ഈ പറയുന്ന നമ്മുടെ മെനലോസും അഗമെമ്നോണും ആ പറയുന്ന കംപ്ലീറ്റ് ടീമും ഒരുപാട് യോദ്ധാക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ പറയുന്ന ട്രോയ് നഗരത്തിനെതിരെ, തൻ്റെ ഹെലനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട്. ഒരു പെണ്ണിനെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് 1000 പടക്കപ്പലുമായിട്ട് ഇവരെല്ലാം കൂടെ ട്രോയ് നഗരത്തിലേക്ക് കുതിക്കുകയാണ്. അതാണ് പിന്നീട് സംഭവിച്ച 10 വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് മഹത്തായ ട്രോയ് യുദ്ധം. ഈ ഗ്രീക്ക് പടയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് യോദ്ധാക്കളാണ് പങ്കെടുത്തത്.
ഞാൻ പറഞ്ഞല്ലോ, ഗ്രീക്ക് പുരാണം എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് കഥാസന്ദർഭങ്ങളും കടന്നു വരും. ഇതിലെ പ്രധാന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കഥയെന്ന് പറയും, ഇതൊക്കെ ഇതിലൊരു ചെറിയ പോർഷനാണ്. ഇതിൽ അഖില്ലസ് എന്ന് പറയുന്ന യോദ്ധാവുണ്ട്. പുള്ളിയുടെ ഒരു പോരാട്ടമാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അഖില്ലസ് എന്ന് പറയുന്നത് ഈ പറയുന്ന മെനലോസിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തുള്ള ടീമായിരുന്നു, നമ്മുടെ ഗ്രീക്ക് ടീമായിരുന്നു അഖില്ലസ് ഒക്കെ ഉണ്ടായിരുന്നത്. കുറച്ച് യോദ്ധാക്കളുടെ പേര് പറയുവാണെങ്കിൽ അഖില്ലസ്, ഒഡിയസ്, നെസ്റ്റർ, അജാക്സ്, അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ ഭാഗത്ത്, ഈ പറയുന്ന ഗ്രീക്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അവരങ്ങനെ 1000 പടക്കപ്പലുകളിൽ അങ്ങോട്ട് കുതിച്ചു. 9 വർഷം ആർക്കും ഈ യുദ്ധം ജയിക്കാൻ പറ്റിയില്ല. 9 വർഷം അതേപടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വലായിട്ട് ഏറ്റുമുട്ടി. ഒരുപാട് യോദ്ധാക്കൾ മരിച്ചു വീഴുകയും ചെയ്തു. നമ്മുടെ പാരിസിൻ്റെ സഹോദരനായിട്ടുള്ള ഹെക്ടർ മരിച്ചു. അതുപോലെ തന്നെ ഇതിലെ ഇലിയഡിലെ ഏറ്റവും വലിയ യോദ്ധാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യുദ്ധ പോരാട്ടങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിവരിച്ചിട്ടുള്ളത്. ഇലിയഡിൽ അഖില്ലസ് ഈ യുദ്ധത്തിൽ മരിക്കുകയാണ്. കാലയിൽ അമ്പുതറിഞ്ഞാണ് മരിക്കുന്നത്. കാരണം അഖില്ലസിന് ഒരു സ്പെഷ്യൽ കഴിവുണ്ടായിരുന്നു, ബാക്കി മേത്ത് ആക്രമിച്ചായിരുന്നു അഖില്ലസിനെ കൊല്ലാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പാരിസ് അഖില്ലസിൻ്റെ കാലിൽ അമ്പ് ചെയ്ത് അഖില്ലസിനെ കൊല്ലുവാണ്. പിന്നീട് ഈ പറയുന്ന പാരിസ് രാജകുമാരനും മരിച്ചു, നമ്മുടെ ഹെലനെ തട്ടിക്കൊണ്ടുപോയ പാരിസും മരിച്ചു. അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് ഈ യുദ്ധത്തിൽ മരണപ്പെട്ടത്. നേരത്തെ പറഞ്ഞ 3 ദേവതമാരും ഈ യുദ്ധത്തിൽ പങ്കെടുത്തായിരുന്നു. അഫ്രോഡൈറ്റ് ട്രോയ് ഭാഗത്തും ബാക്കി ഹീരയും അഥീനയും ഈ ഒരു ഗ്രീക്കിൻ്റെ ഭാഗത്തുമായിരുന്നു. അങ്ങനെ 9 വർഷം കഴിഞ്ഞു. യുദ്ധം അവസാന വർഷം 10ാം വർഷത്തിലേക്ക് എത്തി. ഗ്രീക്കുകാർ ഒരു പരിപാടി പ്ലാൻ ചെയ്യുകയാണ്. യുദ്ധം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആരും ജയിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ അവർ പെട്ടെന്ന് യുദ്ധത്തിൽ നിന്ന് വിടവാങ്ങുമെന്ന് പ്രഖ്യാപിച്ച് പെട്ടെന്ന് കപ്പലുകളൊക്കെ അങ്ങോട്ട് ഓടിച്ചു പോണ പോലെ പോയി. ഇവരെല്ലാം തിരിച്ചുപോയി, നമ്മൾ ജയിച്ചു, യുദ്ധം ജയിച്ചു എന്നും പറഞ്ഞ് അവിടെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. കാരണം ഇവർ ഗ്രീക്കുകാർക്ക് എന്തും ചെയ്തിട്ട് ഈ കവാടത്തിലേക്ക്, വലിയൊരു കവാടം ഉണ്ടായിരുന്നു ഈ ഒരു ട്രോയ് നഗരത്തിൻ്റെ ഫ്രണ്ടിൽ, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. ഗ്രീക്കുകാർ പോയപ്പോഴേക്കും ഇവരൊരു വുഡൻ ഹോഴ്സ്, ഒരു തടി കൊണ്ടുണ്ടാക്കിയ വലിയൊരു കുതിര അവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ട്രോയ്ക്കാർ കരുതിയത് യുദ്ധം തോറ്റു, ഞങ്ങളുടെ അഫ്രോഡൈറ്റ് ദേവതയ്ക്കുള്ള സമ്മാനമായിട്ട് അവർ സമർപ്പിച്ചിട്ട് പോയതാണ്, കീഴടങ്ങിയതിൻ്റെ അടയാളമായിട്ട് അവർ വച്ചിട്ട് പോയതാണ് ഈ ഒരു വുഡൻ ഹോഴ്സ്. ആ ഒരു സംഭവം അവിടെ വച്ചിട്ട് പോയെന്നാണ് അവർ കരുതിയത്. അങ്ങനെ അവർ ആ വുഡൻ ഹോഴ്സിനെ കവാടം തുറന്ന് അകത്തേക്ക് കയറ്റിയാണ്. ദ വുഡൻ ഹോഴ്സ് എന്ന് പറയുന്ന ഒരു കഥ ICSE 4ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഈ കുതിരയെ നമ്മുടെ ട്രോയ്ക്കാർ കവാടം തുറന്ന് അകത്തേക്ക് കയറ്റിയാണ്. ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നു, അവർ കീഴടങ്ങിയതിൻ്റെ ഫലമായിട്ട് അവർ സമർപ്പിച്ചിട്ട് പോയ കുതിരയെന്നും പറഞ്ഞ്. പക്ഷെ അത് ഗ്രീക്കുകാരുടെ തന്ത്രം മാത്രമായിരുന്നു. ആ ഒരു കുതിരയുടെ അകത്ത് ഗ്രീക്ക് ഭടന്മാരുണ്ടായിരുന്നു. രാത്രിയായപ്പോഴേക്കും അവരെ കുതിര തുറന്ന് പുറത്തിറങ്ങിയിട്ട് ഈ കവാടം അകത്തുനിന്ന് തുറന്നു കൊടുത്തു. നേരത്തെ മടങ്ങിപ്പോവുകയെന്ന് തെറ്റിദ്ധരിപ്പിച്ച കപ്പൽ മാത്രമായിരുന്നു അത്, ഒരിക്കലും മടങ്ങിപ്പോയിട്ടില്ലായിരുന്നു. ആ കപ്പലുകളെല്ലാം തുറമുഖത്തുണ്ടായിരുന്നു. അവരിങ്ങോട്ട് അകത്തേക്ക് കയറുകയാണ് നമ്മുടെ ട്രോയ് നഗരത്തിൻ്റെ കവാടത്തിലേക്ക്. അകത്തുനിന്ന് ഇവർ തുറന്നു കൊടുത്തല്ലോ. അങ്ങനെ ട്രോയ് നഗരം കംപ്ലീറ്റ് ആക്രമിച്ച് ചുട്ട് ചാമ്പലാക്കിയാണ് ഗ്രീക്കുകാർ. അങ്ങനെ ഗ്രീക്കുകാർ ഈ യുദ്ധത്തിൽ ജയിച്ചു, ഹെലനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെയൊക്കെയാണ് കഥ പോകുന്നത്. ഇതാണ് മഹത്തായ ഗ്രീക്ക് യുദ്ധം. നിങ്ങൾക്ക് കേൾക്കുമ്പോഴേക്കും ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുമല്ലേ? പക്ഷേ ഇലിയഡ് എന്ന് പറയുന്ന കൃതി വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം പതിപ്പൊക്കെ കിട്ടും. മലയാളം പതിപ്പെന്ന് പറഞ്ഞാലും ചുരുക്കമാണ്. എന്നാൽ കൂടി ആ ഓരോ യുദ്ധരംഗങ്ങളും നമ്മുടെ മനസ്സിലേക്ക് അക്യുറേറ്റ് ആയിട്ട് പതിയും. ആ ഒരു അമ്പ് കൊണ്ട് ആ ഒരു കൈ മുറിയുന്നതും വലിയ കുന്തം കൊണ്ട് കവചങ്ങൾ പൊട്ടിക്കീറുന്നതും ആ ശബ്ദ കോലാഹലങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ പതിയും. അതാണ് ഇതിഹാസങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഈ 2020 പോലും നമുക്ക് ഓർക്കാൻ പറ്റാത്ത അമാനുഷികതയാണ് ഒരുപാട് സഹസ്രം ആണ്ടുകൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഇതിഹാസങ്ങളിൽ രചിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇലിയഡ്, ഒഡീസി, മഹാഭാരതം, രാമായണം, അതിലേക്ക് യുദ്ധരംഗങ്ങളെന്ന് പറയുന്നത് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. എല്ലാം ഓരോ രംഗങ്ങളും വായിക്കുമ്പോഴേക്കും ഞാൻ പറഞ്ഞ കുതിരയോടുന്ന ശബ്ദം വരെ നമ്മുടെ ചെവിയിലേക്ക് പതിയും. അത്രയും വെൽ ഡിഫൈൻഡ് ആയിട്ടാണ് ഓരോ ഇതിഹാസങ്ങളും രചിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ഇതിഹാസങ്ങളെ പറ്റി അറിയാം. ഏറ്റവും രസമാണ് മിത്തോളജീസ് പഠിക്കാൻ. ഗ്രീക്ക് മിത്തോളജി, ഇന്ത്യൻ മിത്തോളജിയെ പറ്റി തീർച്ചയായിട്ടും അറിയാം. നമ്മുടെ മഹാഭാരതം, രാമായണം. മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് മറ്റൊരു മഹത്തരമായ യുദ്ധമാണല്ലേ. അത് ഇത്രയും പേരൊന്നും അല്ല മരിച്ചത്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മരിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് ഒരിക്കലും എണ്ണിയെടുക്കാൻ പറ്റാത്തതായിരുന്നു. അതൊക്കെ പോട്ടെ, അത് പിന്നീട് എപ്പോഴെങ്കിലും അതിനെപ്പറ്റി സംസാരിക്കാം. എന്തായാലും ഇതാണ് ഹെലൻ സ്പാർട്ട എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ കഥ. ഒരു പെണ്ണിന് വേണ്ടിയിട്ട് 2 രാജ്യങ്ങൾ തമ്മിൽ, 2 ദേശങ്ങൾ തമ്മിൽ 10 വർഷം നീണ്ടു നിന്ന മഹത്തായ യുദ്ധമാണ് ഉണ്ടായത്. ഒന്നോർത്ത് നോക്കുക, പണ്ട് കവികൾ പാടിയത് വെറുതെ അല്ല, കനകം മൂലം കാമിനി മൂലം കലകം പലവിധ മുലകിൽ സുലഭമെന്ന്. പെണ്ണിനും പണത്തിനും പവറിനും വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാ യുദ്ധങ്ങളും ഉണ്ടായിട്ടുള്ളത്. നമ്മളെന്താണ് ചിന്തിക്കേണ്ടത്, നമ്മളെന്താണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടല്ലോ. കാമം, ക്രോധം, ലോഹം, മോഹം, അഹങ്കാരം. ഈ 5 വികാരങ്ങളെ മാറ്റി വയ്ക്കുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഇവിടെ സ്വർഗ്ഗതുല്യമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുമാതിരി കെട്ടടങ്ങിയല്ലേ. ആർക്കും ഒന്നും വേണ്ട, ആർക്കും എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി. ഇപ്പോൾ ഭക്ഷണം പോലും കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ സർവൈവ് ചെയ്യാൻ മാത്രമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് നമ്മൾ. ഒന്നും ചെയ്യാനില്ല. പ്രകൃതി ശക്തിക്ക് മുമ്പിൽ നമ്മളൊന്നുമല്ല. നമ്മൾ ഇത്രയും നാൾ കെട്ടിപ്പൊക്കിയ ഈ പ്രകൃതിയിലുണ്ടാക്കിയ മാറ്റമെല്ലാം തിരിച്ചിടാൻ കുറച്ച് സമയം മതി അല്ലേ. ഒരു ഭൂമി വിലക്കം വന്നതിൽ ഇവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും പൊളിയും. പ്രളയം വന്നു കഴിഞ്ഞാൽ എല്ലാത്തരം നമ്മുടെ വേസ്റ്റും ഇങ്ങോട്ട് തിരിച്ചിടാൻ പറ്റും. എല്ലാം ചെയ്യാൻ പറ്റും പ്രകൃതിക്ക്.
അതുകൊണ്ട് തന്നെ ഈ ഒരു പഞ്ചവികാരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ഈ പറയുന്ന പെണ്ണിനും പണത്തിനും പ്രശസ്തിക്കും പവറിനും വേണ്ടിയിട്ടുള്ള പിടിപാടൊക്കെ കുറയ്ക്കുക. ഒഴിവാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. മാക്സിമം നമ്മളെ കൊണ്ട് കുറയ്ക്കുക. നമുക്ക് സ്വർഗ്ഗതുല്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കാരണം ചിലപ്പോൾ നിങ്ങളൊരു പെണ്ണ് കാരണം ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു വീഴും. അതോർത്തോളുക. പെണ്ണെന്ന് പറയുന്നത് ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പെണ്ണ് കാരണം ഒരുപാട് ആൾക്കാരാണ് മരിച്ചു വീണത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.